വാസ്തവത്തിൽ വിജയിൻ്റെ ഇന്നലെ ഉണ്ടായ സംഭവത്തിൻ്റെയും വിജയിൻ്റെ ഇതുവരെയുള്ള രാഷ്ട്രീയ പ്രവർത്തനത്തിലും ഒക്കെ വളരെ വ്യക്തമായി കാണുന്ന ഒരു പ്രശ്നം ആൾക്കൂട്ടമാണ് പാർട്ടി എന്ന്, ഒരു രാഷ്ട്രീയ കക്ഷി എന്ന ആൾക്കൂട്ടമാണ് എന്ന് അദ്ദേഹം തെറ്റിദ്ധരിച്ചു എന്നുള്ളതാണ്. അത് ഇന്നലത്തോടുകൂടി അദ്ദേഹത്തിന് ബോധ്യമായിട്ടുണ്ടാവും. താൻ ചെല്ലുന്നതിലൊക്കെ വൻ ജനക്കൂട്ടം ഉണ്ടാകുന്നു, ഈ ജനക്കൂട്ടമൊക്കെ വോട്ടായി മാറും, ഞാൻ ഈ തെരഞ്ഞെടുപ്പിൽ വിജയിക്കും, അധികാരത്തിൽ വരും എന്നൊക്കെ ആണ് അദ്ദേഹം സങ്കല്പിച്ചു വരുന്നത്. ഇപ്പോൾ അദ്ദേഹത്തിന് ബോധ്യമായിട്ടുണ്ടായിരിക്കണം ആൾക്കൂട്ടമല്ല പാർട്ടി എന്ന് പറയുന്നത്. പാർട്ടിക്കൊരു ഘടനയുണ്ട്. ഒരു തെരഞ്ഞെടുപ്പിൽ ഒരാൾ ജയിക്കണമെന്നുണ്ടെങ്കിൽ ബൂത്ത് തലം മുതൽ സംസ്ഥാന തലം വരെ ആ പാർട്ടിക്കൊരു സംഘടനാ സംവിധാനം ഉണ്ടായിരിക്കണം. അങ്ങനെ ഒരു സംഘടനാ സംവിധാനം ഉണ്ടായിരുന്നുവെങ്കിൽ ഇന്നലെ പറഞ്ഞ അപകടമൊന്നും ഉണ്ടാവില്ല. ഏത് സ്ഥലത്തു നിന്ന് ആൾക്കാരെ കൊണ്ടുവരണം, അതേ സ്ഥലത്തെ ഭാരവാഹികളെ ആൾക്കാരെ കൊണ്ടുവരുന്നു, അവരുടെ കാര്യങ്ങൾ നോക്കുന്നു എന്നുണ്ടാവും. പക്ഷേ വിജയിൻ്റെ പാർട്ടി ഇതുവരെയും ഒരാൾക്കൂട്ടം മാത്രമാണ്. അദ്ദേഹത്തിന് മുമ്പുള്ള സിനിമാ താരങ്ങളായി വന്നപ്പോൾ നമുക്ക് പറയുകയാണെങ്കിൽ MGRൻ്റെ കാലം മുതൽക്ക് വലിയ വലിയ സിനിമാ താരങ്ങൾ രാഷ്ട്രീയക്കാരായിട്ടുണ്ട്, മുഖ്യമന്ത്രി ആയിട്ടുണ്ട്. ഇതൊക്കെ തന്നെയാണ് അദ്ദേഹം സ്ഥാനം. ഈ രാഷ്ട്രീയത്തിൽ ഇറങ്ങുമ്പോൾ അദ്ദേഹത്തിനെ വിമർശിച്ചവരോട് പറഞ്ഞൊരു കാര്യം ഇതാണ്. എങ്ങനെ MGR മുഖ്യമന്ത്രിയായി, എങ്ങനെ NTR മുഖ്യമന്ത്രിയായി, അവരൊക്കെ സിനിമാ താരങ്ങളായിരുന്നില്ലേ, ഞാനും ആ നിലയിൽ എനിക്ക് മുഖ്യമന്ത്രിയാകാൻ പറ്റും എന്നാണ് അദ്ദേഹം പറഞ്ഞിരുന്നത്. പക്ഷേ മനസ്സിലാക്കേണ്ട കാര്യം MGRും NTRും വളരെ വലിയ മുന്നൊരുക്കങ്ങൾ നടത്തിയ ശേഷമാണ് രാഷ്ട്രീയത്തിലേക്ക് ഈ സ്വന്തം പാർട്ടി രൂപീകരണത്തിലേക്ക് വന്നിട്ടുള്ളത്. MGR ഒക്കെ വളരെ ചെറുപ്പകാലം ആദ്യം കോൺഗ്രസ്സുകാരനായിരുന്നു, പിന്നീട് അദ്ദേഹം DMKയിൽ പ്രവർത്തിച്ചു. അങ്ങനെ DMKയുടെ തന്നെ നിയമസഭാ അംഗമായി. അങ്ങനെയൊക്കെ ദീർഘകാലം പ്രവർത്തിച്ച രാഷ്ട്രീയ പരിചയമാണ് അദ്ദേഹത്തിന് ഒരു സുപ്രഭാതത്തിൽ ഒരു പാർട്ടി ഉണ്ടാക്കാൻ കഴിഞ്ഞത്. ആ പാർട്ടിയുടെ പൂർണ്ണമായ പാർട്ടി സംവിധാനം അദ്ദേഹം ആ പാർട്ടി പേര് പ്രഖ്യാപിച്ചത് തന്നെ ഉണ്ടായിരുന്നു. കാരണം ആ DMKയെ നെടുകെ പടർത്തിയിട്ടാണ് അദ്ദേഹം ഒരു പാർട്ടി ഉണ്ടാക്കിയത്. NTRൻ്റെ കാര്യം എടുത്തുള്ളൂ. NTR വളരെ കാലം ഈ തൻ്റെ സിനിമയിലൂടെ ജനങ്ങളുടെ രക്ഷകൻ എന്നുള്ള ബോധ്യം, അദ്ദേഹം ശ്രീരാമനായും അതുപോലെ തന്നെ ശ്രീകൃഷ്ണനായിട്ടും ഒക്കെ അദ്ദേഹത്തിന് വലിയൊരു സ്ക്രീൻ ഇമേജ് ഉണ്ട്. അത് 1-2 വർഷം കൊണ്ട് ഉണ്ടാക്കിയതല്ല, അനേക വർഷങ്ങളായിട്ട്. എന്നിട്ട് തന്നെ അദ്ദേഹം സിനിമയിലേക്ക് രംഗപ്രവേശനം ചെയ്യുന്നതിന് മുമ്പ് അദ്ദേഹം ചില സിനിമകളൊക്കെ വളരെ ബോധപൂർവം തൻ്റെ രാഷ്ട്രീയ പ്രചരണത്തിന് വേണ്ടി ഉണ്ടാക്കി അങ്ങനെ വന്ന ഒരാളാണ് NTR. ഈ നിലയിലല്ല ഇപ്പോൾ വിജയ് വന്നില്ല. വിജയ് വിജയിന് ഈ രംഗത്തേക്ക് വരുമ്പോൾ, രാഷ്ട്രീയത്തിലേക്ക് വരാൻ തീരുമാനിച്ച ഉടനെ അദ്ദേഹം ഈ തമിഴ്നാടിൻ്റെ എല്ലാ ഭാഗങ്ങളിലും പോയിട്ട് അദ്ദേഹം യുവാക്കളെ, വിദ്യാർത്ഥികളെ അഭിസംബോധന ചെയ്യുകയുണ്ടായി. അങ്ങനെ വിദ്യാർത്ഥികളുടെയും ചെറുപ്പക്കാരുടെയും പ്രശ്നം, അവരുടെ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യങ്ങൾ, അവരുടെ ജോലിയുടെ കാര്യങ്ങൾ, ഇതൊക്കെ അദ്ദേഹം പ്രത്യേകമായി എടുത്തു പറഞ്ഞപ്പോൾ, മറ്റ് രാഷ്ട്രീയക്കാരൊന്നും പറയാത്ത രൂപത്തിൽ അദ്ദേഹം എടുത്തു പറഞ്ഞപ്പോൾ യുവാക്കളുടെ ഒരു വലിയ സംഘം അദ്ദേഹത്തിൻ്റെ പിന്നിൽ ഉണ്ടായി എന്നുള്ളത് ശരിയാണ്. പക്ഷെ അതൊന്നും ഒരു പാർട്ടി ഉണ്ടാക്കാൻ പര്യാപ്തമല്ല. ആൾക്കൂട്ടമാണ്. ഈ ആൾക്കൂട്ടത്തെ ഒരിക്കലും വോട്ടാക്കി മാറ്റാൻ പറ്റില്ല. ഈ ആൾക്കൂട്ടത്തിനെ വോട്ടാക്കി മാറ്റാൻ പറ്റില്ല, രാഷ്ട്രീയ ഒരു തെരഞ്ഞെടുപ്പിനെ വിജയം വരിക്കാൻ പറ്റില്ല എന്നൊക്കെ വിജയകാന്തിന് തെളിച്ചിട്ടുണ്ട്. ഇതേ അവസ്ഥയായിരുന്നു വിജയകാന്ത് ആദ്യമായി തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് വന്നപ്പോൾ. വലിയ ജനക്കൂട്ടം എല്ലാ ദിക്കിലും ഉണ്ടായിരുന്നു. പക്ഷെ അത്രയൊന്നും സീറ്റില്ല. 10-18 സീറ്റ് കൊണ്ട് അദ്ദേഹത്തിന് തൃപ്തിപ്പെടേണ്ടി വന്നു. പിന്നീട് അതിലും അദ്ദേഹത്തിന് കുറവായുണ്ടായി. അദ്ദേഹത്തിന് ഉണ്ടായതെന്താണ്? ആ സിനിമ നടൻ എന്ന നിലയ്ക്ക്, താരം എന്ന നിലയ്ക്ക് അദ്ദേഹം ഉണ്ടാക്കുന്ന പണവും അതുപോലെ തന്നെ പ്രശസ്തിയുടെയൊക്കെ വലിയൊരു ഭാഗം അദ്ദേഹത്തിന്. അല്ല സുന്ദർദാസ്, ഞാൻ ചോദിക്കുക ഇന്നലത്തെ അപകടത്തെ കുറിച്ചാണ്. ഇപ്പൊ വിജയ്, രക്ഷകനായ വിജയ്, എല്ലാ വിഷയത്തിലും ജനങ്ങൾക്കൊപ്പം ഇറങ്ങി നിൽക്കുന്ന വിജയ്, ഞാൻ ഉങ്കൾ വിജയ്, നിങ്ങളുടെ അൻപ് സഹോദരൻ, അൻപ് മകൻ എന്നൊക്കെ പറഞ്ഞിട്ടാണ് അദ്ദേഹത്തിനെ കുറിച്ചുള്ള പാട്ടുകൾ അദ്ദേഹം വരുന്നതിന് മുമ്പ് പ്ലേ ചെയ്യുന്നത്. പക്ഷെ ഇന്നലെ ആളുകൾ മരിച്ചു വീഴുന്ന സമയത്ത് അദ്ദേഹം പ്രസംഗം തുടരുന്നു. മനുഷ്യർ ഇങ്ങനെ 10,000-കണക്കിന് മനുഷ്യർ വീർപ്പ് മുട്ടുമ്പോൾ അദ്ദേഹം 1-2 കുപ്പികൾ എറിഞ്ഞു കൊടുക്കുന്നു. പ്രശ്നം കലുഷമാകുമ്പോൾ പരിപാടി നിർത്തി അദ്ദേഹം ചെന്നൈയിലേക്ക് പോകുന്നു. ഇപ്പോഴും അദ്ദേഹം ഗ്രൗണ്ടിൽ ആക്റ്റീവായി ഇറങ്ങിയിട്ടില്ല. എന്ന് വെച്ചാൽ ഇയാളുടെ പ്രസംഗവും ഈ പറയുന്ന മാസ് ഡയലോഗ് പാട്ടുമൊന്നുമല്ല ഈ കക്ഷിക്ക് ഈ പണി പറ്റിയതല്ല എന്ന തിരിച്ചറിവിലേക്ക് തമിഴ് മനുഷ്യരെ കൊണ്ടുപോകുമോ ഇന്നലത്തെ ഇൻസിഡന്റ് ചോദിക്കായിരുന്നു ഞാൻ. ഇന്നലത്തെ സംഭവത്തിൽ വിജയന് വലിയ വീഴ്ച പറ്റി എന്നുള്ളത് ജനങ്ങൾ മനസ്സിലാക്കും, അദ്ദേഹത്തിന് അനുയായികൾ മനസ്സിലാക്കും. കാരണം ഞാൻ പറഞ്ഞ പോലെ ഒരു സംഘടനാ സംവിധാനമില്ലാതെ ആൾക്കൂട്ടത്തെ വെച്ചിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. പെട്ടെന്ന് ഇങ്ങനെ ഒരു സംഭവം നടന്നാൽ വേറെ വരുമ്പോൾ DMKയുടെ ഒരു യോഗത്തിൽ ഇങ്ങനെ ഒരു പൊതുയോഗത്തിൽ ഇങ്ങനെ MGR ഒക്കെ പങ്കെടുത്തപ്പോൾ ഇതിൽ വരെ ജനക്കൂട്ടത്തിന് ഞാൻ കണ്ടിട്ടുണ്ട്. MGRൻ്റെ ഒക്കെ തെരഞ്ഞെടുപ്പ് റാലികളിൽ ഞാൻ അവിടെ ആ കാലത്ത് കണ്ടിട്ടുണ്ട്.
അദ്ദേഹം മുഖ്യമന്ത്രി ആയിരുന്ന കാലത്തൊക്കെ കണ്ടു. ഇതിലേറെ വലിയ ജനക്കൂട്ടം ഉണ്ടായിരുന്നു അദ്ദേഹം ചെല്ലുന്ന ദിക്കിലൊക്കെ. പക്ഷെ അതിനെ മാനേജ് ചെയ്യാൻ പറ്റിയ എനിക്ക് ആൾക്കാരുണ്ട്. വിജയ് എന്ന് പറഞ്ഞാൽ ഒരാളെ കേന്ദ്രീകരിച്ചിട്ടൊരു പാർട്ടി ഉണ്ടാക്കുക, അയാൾ മാത്രം എല്ലാ ദിക്കിലും അയാളെ മാത്രം പ്രൊജക്റ്റ് ചെയ്യുക, അയാളല്ലാതെ വേറെ ആരെയും ജനം ഒരു പ്രത്യയശാസ്ത്രവും ഒരു സംഘടനാ സംവിധാനവും ഇല്ലാത്ത ആൾക്കൂട്ടം ഈ വക ദുരന്തങ്ങൾ ഉണ്ടാക്കുക സ്വാഭാവികമാണ്.